നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങള് രണ്ടാളുടെ കയ്യിലും ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ? സത്യയുടെ കയ്യിലുണ്ട്. ഫോണും കൊണ്ടാണോ സ്കൂളിൽ നിന്ന് കണ്ണുവെട്ടിച്ചു പോന്നെ? അത് കയ്യിലിരിക്കുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെന്ന് അറിയാൻ പറ്റും. അത് ഓഫാക്കി വെച്ചിരിക്കുക. എങ്കിലും സംശയം തോന്നില്ലേ? വെറുതെ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നേന്ന്? അങ്ങനെ സംശയമൊന്നും തോന്നില്ല. സ്കൂളിലാണെങ്കിലും ഫോൺ ഓഫാക്കിയല്ലേ വെക്കുന്നത്. ഓ മിടുക്കി. കാഞ്ഞ വിത്താണല്ലോ. ആരുടെ സന്തതിയാണോ എന്തോ. പ്രവൃത്തി ദിവസം ഈ സമയത്ത് യൂണിഫോമിൽ നിങ്ങൾ സ്കൂളിന് പുറത്ത് കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ചാടിപ്പോന്നാന്ന് ഉറപ്പാ. അതെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ ഈ നിമിഷം ബ്ലോക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ദേ, ഇവള് ഭാമാന്റിയുടെ കൊച്ചുമോളാണെന്ന് പറഞ്ഞ് നടക്കുന്നവളാണെന്ന് എനിക്കറിയാം. ഈ മൊബൈലിലെ ഭാമാന്റിയുടെ നമ്പറുണ്ട്. ഇവളുടെ കാര്യം പറഞ്ഞ് ചുമ്മാ ഒന്ന് ഡയൽ ചെയ്താൽ മതി. ഭാമാന്റി അടുത്ത നിമിഷം ഇവിടെ എത്തും. പിന്നെ നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ആവും. ഇതൊക്കെ ആന്റി എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ചോദിച്ചാ, ഇതുപോലെ ഒരുപാട് ഒളിച്ചോട്ടങ്ങളും മതിലുചാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളാ മക്കളെ ആന്റി. പിന്നെ മക്കൾക്ക് ചിലപ്പോ അറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ആന്റി പറയാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആന്റി ഇപ്പൊ ഒരു മേയറാ. എന്ന് പറഞ്ഞാൽ പോലീസിനും മേലെ അധികാരമുള്ള ആൾ. അതിനെന്താ, എന്റെ അമ്മയും വലിയ ഓഫീസർ തന്നെയാ. എന്നാ വിളിച്ച് പറയട്ടെടി നിന്റെ വലിയ ഓഫീസർ അമ്മയോട്. നീ ഇവിടെ സ്കൂളിൽ നിന്ന് കുറ്റിയും പറിച്ച് യൂണിഫോമിൽ വന്ന് നിപ്പുണ്ടെന്ന്. ദേ, രണ്ടിനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിവിടെ നിന്ന് കവലപ്രസംഗം നടത്തേണ്ട ഒരു കാര്യവുമില്ല. ചൈൽഡ് ലൈനിലോ പോലീസിലോ വിളിച്ച് പറഞ്ഞ അവരിവിടെ വന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ തൂക്കിയെടുക്കുന്ന പോലെ നിങ്ങളെ കൊണ്ടുപോകും. പിന്നെ കൊടികെട്ടിയ സത്യഭാമ നിന്റെ ഓഫീസറമ്മയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നായിരിക്കും നിങ്ങളെ ഏറ്റുവാങ്ങുന്നത്. അവിടെ വെച്ച് നീയൊക്കെ മണി പോലെ സത്യം തുറന്നു പറയുകയും ചെയ്യും. എന്താ കാണണോ? വിളിക്കട്ടെ? ആ, അങ്ങനെ വഴിക്ക് വാ. ഇനി പറ, രണ്ടും കൂടെ എന്താ കള്ളപ്പരിപാടി? കള്ളപ്പരിപാടിയൊന്നും അല്ല ആന്റി, ഞങ്ങളൊരു പടം വരപ്പിക്കാൻ പോവാ. പടം വരപ്പിക്കാനോ? ആർട്ടിസ്റ്റുകളെ കാണാൻ. സമയം വെറുതെ മെനക്കെടുത്തിയോ? പിള്ളേരെന്തോ പടം വരപ്പിക്കാൻ പോവാണല്ലോ. പടം വരപ്പിക്കാൻ വീട്ടുകാരൊക്കെ അറിഞ്ഞു പൊക്കൂടെ നിങ്ങക്ക്? അത് ശരിയാവില്ല ആന്റി. എന്താ? സത്യാമ്മ പറഞ്ഞ കുഴപ്പമാ. എന്തു കുഴപ്പം? സത്യാമ്മക്ക് ഇഷ്ടമല്ല. ആന്റിക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ? ഞങ്ങളെ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ അടുത്ത് എത്തിച്ചാ മതി ആന്റി. ഇവളാണെങ്കിൽ നടന്ന് തളർന്നു. എനിക്കൊരു നേട്ടമില്ലാതെ ഞാനെന്തിനാ ഇതുങ്ങളെ സഹായിക്കുന്നെ? പ്ലീസ് ആന്റി, സത്യാമ്മ അറിയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ എത്തണം. എന്തായാലും ഭാമാണ്ടിക്ക് താല്പര്യമില്ലാത്ത എന്തോ ഇടപാടാ. അത് ചെറിയ കേസെങ്കിൽ ചെറിയ കേസ്, സഹായിച്ചു കൊടുക്കുന്നതിലും ഒരു സുഖമുണ്ട്. ശരി, വന്ന് കേറ്. പെട്ടെന്ന് പോണോട്ടോ. കേറ്, വാ. ആ, വഴിയൊക്കെ അറിയാലോ അല്ലേ? അറിയാം. വണ്ടി എടുക്ക. ഈ ആർട്ടിസ്റ്റുകളുടെ പേരെന്താ? വിജയമോഹൻ. ഇവിടെ ഒന്നും ആരുമില്ലടോ, പോവാം. യെസ് മാഡം.
എന്റെ മോള് ആ നിങ്ങള് രണ്ടാളുടെ കയ്യിലും ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ? സത്യയുടെ കയ്യിലുണ്ട്. ഫോണും കൊണ്ടാണോ സ്കൂളിൽ നിന്ന് കണ്ണുവെട്ടിച്ച് പോന്നെ? അത് കയ്യിലിരിക്കുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെന്ന് അറിയാൻ പറ്റും. അത് ഓഫാക്കി വെച്ചിരിക്കുക. എങ്കിലും സംശയം തോന്നില്ലേ? വെറുതെ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നേന്ന്? അങ്ങനെ സംശയമൊന്നും തോന്നില്ല. സ്കൂളിലാണെങ്കിലും ഫോൺ ഓഫാക്കിയല്ലേ വെക്കുന്നത്. ഓ മിടുക്കി. കാഞ്ഞ വിത്താണല്ലോ. ആരുടെ സന്തതിയാണോ എന്തോ. ദേ നോക്ക് പപ്പി, ആർട്ടിസ്റ്റ് അങ്കിള്. ഹായ്. ആർട്ടിസ്റ്റ് വിജയമോഹൻ അല്ലേ? അതെ. ആരാ? നമ്മൾ തമ്മിൽ പരിചയമില്ല. പക്ഷെ വിജയമോഹനെ പരിചയമുള്ള രണ്ടുപേര് എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റ് അങ്കിൾ, പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒന്ന് വരച്ചു തരണം അങ്കിളെ. ശരി ശരി, വരച്ചു തരാം. ആ ആ മക്കളെ, നിങ്ങളോ? കണ്ടില്ലേ സത്യ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആർട്ടിസ്റ്റ് അങ്കിള് നമ്മളെ തിരിച്ചറിയുന്നു. നിങ്ങളെന്താ മക്കളെ ഈ വഴി? ഞങ്ങൾ ആർട്ടിസ്റ്റ് അങ്കിളിനെ അന്വേഷിച്ചു വന്നതാ. എന്നെ അന്വേഷിച്ചോ? അതും ഇത്രയും ദൂരം? അവര് പറഞ്ഞ സത്യമാ. ആർട്ടിസ്റ്റ് അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ചാടിപ്പോന്നതാ. ദേ യൂണിഫോം കണ്ടില്ലേ? വഴിയറിയാതെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ എന്റെ കണ്ണിപ്പെട്ടു. എനിക്ക് പരിചയമുള്ള കുട്ടികളായതുകൊണ്ട് ഞാൻ കാറി കയറ്റിങ്ങി പോന്നു. എന്തിനാ മക്കളെ ഇത്രയും റിസ്ക് എടുത്ത് എന്നെ കാണാൻ വന്നത്? ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയില്ലേ? ആ ഫോട്ടോ വരച്ചിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ. അത് ഞാൻ വരച്ചതാണല്ലോ. അത് ഞങ്ങൾ കണ്ടില്ലല്ലോ. ഓ അത് ശരിയാണല്ലോ. അതിനിടയിലാണല്ലോ ACP കയറി ഒന്ന് ചിത്രം പിടിച്ചു വാങ്ങിയത്. അത് പിന്നെ നിങ്ങൾ കാണിച്ചില്ലല്ലേ? ഇല്ലങ്ങളെ. ഈ ACP എന്ന് പറയുന്നത് ഈ ചിറ്റപ്പനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.